ഞാനാണ് ഹിന്ദി രാജ്യത്തെ പ്രധാന പ്രശ്നം. ചിലർ പറയുന്നു ഞങ്ങൾ കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ലെന്ന്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കഴിഞ്ഞ 4 തവണയും വന്ന് കപ്പടിച്ച അല്ലെങ്കിൽ എ ഗ്രേഡ് നേടിയ ഒരു മിടുക്കൻ കോഴിക്കോട് നിന്നാണ്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് വിജയ് എന്നാണ്. വിജയ്. അപ്പം സിൽവർ ഹിൽസ് സ്കൂളാണ്. സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഹയർ സെക്കൻഡറി സ്കൂൾ +2ലാണ്. +2ലാണ്. അപ്പം അവസാന വർഷമാണ്. അവസാന വർഷം. അപ്പം ഇത്തവണ മോണാക്റ്റാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം മോണാക്റ്റിൽ മാത്രമായിരുന്നോ? 4 വർഷവും മോണാക്റ്റും സ്കിറ്റും വരാറുണ്ട്. ഇംഗ്ലീഷ് സ്കിറ്റ്. ഇത്തവണ സ്കിറ്റിലുണ്ടായിരുന്നു. സ്കിറ്റിലുണ്ടായിരുന്നു. സ്കിറ്റ് എ ഗ്രേഡ്. എ ഗ്രേഡ് ഉണ്ട്. ഓക്കെ. അപ്പം മിന്നുന്ന പ്രകടനമാണ് ഇത്തവണയും കഴിഞ്ഞ മുന്നത്തെ വർഷങ്ങളിലൊക്കെ കാഴ്ചവെക്കാൻ പറ്റിയ അല്ലേ? എൻ്റെ ഗുരു കലാപം പ്രതിവിലാൽ സാറാണ്. അപ്പോൾ സാറടുത്ത് തന്നെയാണ് 4 കൊല്ലം ഞാൻ പഠിച്ചത്. അപ്പം ഇത്തവണത്തെ ഈ മോണാക്റ്റിന് സെലക്ട് ചെയ്ത വിഷയം അത് വളരെ സമകാലികമായിട്ട് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 വിഷയങ്ങൾ ഒരുമിച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടാണോ അതോ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തിട്ടുള്ളത്? അത് 2 വിഷയം ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ ഇപ്പോൾ അടുത്തൊരു സുപ്രീം കോടതി വിധിയില്ലായിരുന്നു ഒരു നായയുടെ പറ്റിയിട്ട്. അപ്പോൾ അതും ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് 3 ദിവസം മുന്നേ എഴുതി അതും ആഡ് ചെയ്തു. അപ്പം അങ്ങനെ നായ നിരവധി ട്രൗസർ സുനികളും ഗോവിന്ദച്ചാമിമാരും ഞാനും അടങ്ങുന്ന ഈ നാട്ടിൽ നായ പറയുന്ന അപ്പം ആരെയാണ് ആദ്യം തല്ലിക്കൊല്ലേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ക്ലൈമാക്സ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിങ്ങനെ പറയുന്നതിനപ്പുറത്ത് ഈ മോണാക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, ചെറിയൊരു ഭാഗം അത് ചെയ്ത് കാണിക്കുമ്പോഴേക്കും ആളുകൾക്ക് കുറച്ചും കൂടി കൂടുതൽ വേഗത്തിൽ കമ്മ്യൂണിക്കേറ്റ് ആവുക. അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് ഞാൻ എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്താൻ ആവശ്യമില്ലല്ലോ. എങ്കിലും ഔപചാരികതയ്ക്ക് വേണ്ടി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ തെരുവ് നായ. ഞാനാണ് ഹിന്ദി രാജ്യത്തെ പ്രധാന പ്രശ്നം. ചിലർ പറയുന്നു ഞങ്ങൾ കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ലെന്ന്. മറ്റു ചിലർ പറയുന്നു ഞങ്ങളെ കണ്ടാൽ തല്ലിക്കൊല്ലണമെന്ന്. ഇത് കണ്ടും കേട്ടു നിൽക്കുന്ന നിങ്ങളോടായൊരു ചോദ്യം. നിരവധി ട്രൗസർ സുനികളും ഗോവിന്ദച്ചാമിമാരും ഞാനും അടങ്ങുന്ന ഈ നാട്ടിൽ ആരെയാണ് ആദ്യം തല്ലിക്കൊല്ലേണ്ടത്? പറയൂ, നിങ്ങൾ തന്നെ പറയൂ. നന്ദി, നമസ്തേ. യെസ്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വാർത്താ മാധ്യമങ്ങൾ, പത്രം ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാറുണ്ടോ? ഉണ്ട്. ഇങ്ങനെ ഒരു വിഷയം സെലക്ട് ചെയ്യണം എന്ന് ആരാണ് പറഞ്ഞത്? അത് സാറായിരുന്നു. സാറ് പുതിയ റെലവൻ്റ് സാധനം എടുത്തിട്ട് ചെയ്യായിരുന്നു. എല്ലാ വർഷവും അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം എന്താണ് ഭാവി പരിപാടി? എന്താ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് പിന്നെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങണം നല്ല താല്പര്യമുണ്ട്. ഇനി മോണാക്റ്റ് പഠിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കാനൊക്കെ പറ്റുമോ? ഞാൻ ഇപ്രാവശ്യം 3 കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. 3 കുട്ടികൾക്കും ജില്ലയിൽ UP പഠിപ്പിച്ചിരുന്നു. ജില്ലയിൽ എ ഗ്രേഡ് ഉണ്ട്. അപ്പോൾ എന്തായാലും വലിയ പ്രതീക്ഷയാണ് നാളത്തെ വിദ്യാർത്ഥികൾക്ക്. കാരണം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായിട്ട് എ ഗ്രേഡ് സ്വന്തമാക്കുന്നു. കൂടാതെ ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജില്ലാ തലത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് അധ്യാപകനും കൂടിയാണ് എനിക്കൊപ്പം ചേർന്നിട്ടുള്ള ഈ മിടുക്കൻ. അപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങളിലെത്തട്ടെ. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ.